ഹായ്, എല്ലാവർക്കും ബ്ലൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ധനതത്വശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ചോദ്യങ്ങളാണ് ഇപ്പോൾ വരുന്നത്. ആ പരീക്ഷകൾക്ക് നമ്മൾ നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങളും ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് നോക്കാം. ടൈമുകളാണ് നമ്മൾ ആ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ചോദ്യങ്ങൾ നോക്കുമ്പോൾ ഈ ചോദ്യങ്ങളും കൂടി ശ്രദ്ധിക്കുക. കാരണം ചോദ്യങ്ങൾ ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഉത്തരങ്ങളായി വരുന്ന ആ ഒരു സമയമാണ്. അപ്പോൾ ചോദ്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ്, ഇന്ത്യയിലെ കറൻസി നോട്ടുകളിൽ ഒപ്പിടുന്ന ആരാണ്? അത് റിസർവ് ബാങ്ക് ഗവർണറാണ്. അപ്പോൾ ഇന്ത്യയിലെ കറൻസി നോട്ടുകളിൽ ഒപ്പിടുന്ന ആരാണ്? അത് റിസർവ് ബാങ്ക് ഗവർണറാണ്. അപ്പോൾ നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഗവർണർ ആരായിരുന്നു? അത് ഓസ്ബോൺ സ്മിത്താണ്. അപ്പോൾ നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഗവർണർ ആരായിരുന്നു? ഓസ്ബോൺ സ്മിത്ത്. ഇന്ത്യയിൽ 2 ഘട്ടങ്ങളിലായി ബാങ്ക് ദേശസാൽക്കരണങ്ങൾ നടന്ന വർഷങ്ങൾ ഏതൊക്കെയാണ്? 1969, 1980. അപ്പോൾ 2 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ ബാങ്ക് ദേശസാൽക്കരണം നടന്നത്. ഏതൊക്കെയാണ്? 1969-ലും 1980-ലും. ഇന്ത്യയിലെ ബാങ്ക് ദേശസാൽക്കരണം നടപ്പാക്കിയ പ്രധാനമന്ത്രി അത് ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ ഇന്ത്യയിൽ ബാങ്ക് ദേശസാൽക്കരണം നടപ്പാക്കിയ പ്രധാനമന്ത്രി ആരാണ്? അത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയിലെ എത്ര ബാങ്കുകളെയാണ് 2 ഘട്ടങ്ങളിലായിട്ട് ദേശസാൽക്കരിച്ചത്? 20 ബാങ്കുകളെയാണ്. അപ്പോൾ ഇന്ത്യയിലെ എത്ര ബാങ്കുകളെയാണ് 2 ഘട്ടങ്ങളിലായി ദേശസാൽക്കരിച്ചത്? അത് 20 ബാങ്കുകളെയാണ്. ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നതെന്നാണ്? 1969 ജൂലൈ 19-ലാണ്. അപ്പോൾ ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നതെന്നാണ്? 1969 ജൂലൈ 19-ലാണ്. എത്ര ബാങ്കുകളെയാണ് 1969 ദേശസാൽക്കരിച്ചത്? 14 ബാങ്കുകളെയാണ്. അപ്പോൾ എത്ര ബാങ്കുകളെയാണ് 1969 ദേശസാൽക്കരിച്ചത്? 14 ബാങ്കുകളെയാണ്. മൂലധനം എത്ര കോടി രൂപയിലധികമുള്ള ബാങ്കുകളാണ് 1969 ദേശസാൽക്കരിക്കപ്പെട്ടത്? അത് 50 കോടി രൂപ മൂലധനമുള്ള ബാങ്കുകളെയാണ്. അപ്പോൾ നമ്മുടെ മൂലധനം എത്ര കോടി രൂപയിലധികമുള്ള ബാങ്കുകളാണ് 1969 ദേശസാൽക്കരണം നടത്തിയത്? അത് 50 കോടി രൂപയിലധികം മൂലധനമുള്ള ബാങ്കുകളെയാണ്. രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നതെന്നാണ്? അത് 1980-ലാണ്. അപ്പോൾ രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം എന്നാണ്? 1980 ഏപ്രിൽ 15-ലാണ്. അപ്പോൾ 200 കോടിയിലേറെ മൂലധനമുള്ള ബാങ്കുകളെയാണെന്ത്? രണ്ടാമത്, അതായത് 1980 ദേശസാൽക്കരിച്ചത്. അപ്പോൾ ആദ്യം 50 കോടി രൂപയിൽ കൂടുതലുള്ളത്, രണ്ടാമത്തെയാണ് 200 കോടി രൂപയിലധികമുള്ള മൂലധനമുള്ള ബാങ്കുകളെയാണെന്ത്? 1980 ദേശസാൽക്കരിച്ചത്. അപ്പോൾ എത്ര ബാങ്കുകളെയാണ് രണ്ടാമത്തെ ഇതിൽ ദേശസാൽക്കരിച്ചത്? 6 ബാങ്കുകളെയാണ്. ആദ്യം എത്രയായിരുന്നു? അത് 14 എന്നാൽ രണ്ടാമതെത്തിയപ്പോൾ എത്രയാണ്? അത് 6 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. നിക്ഷേപം, വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ എന്താണ് അതിനെ പറയുന്നത്? അതിന് ധനകാര്യ സ്ഥാപനങ്ങളെന്ന് പറയുന്നു. അപ്പോൾ നിക്ഷേപം, വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? അവയെ ധനകാര്യ സ്ഥാപനങ്ങളെന്ന് അറിയപ്പെടുന്നു. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി വായ്പകൾ നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾ നമ്മളെന്തെന്ന് പറയും? അതിനെ നമ്മൾ ബാങ്കുകളെന്ന് പറയും. അപ്പോൾ പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി വായ്പകൾ നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഏതാണ്? അതാണ് നമ്മൾ ബാങ്കുകളെന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക് ഏതായിരുന്നു? അത് 1770 വന്ന ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ്. അപ്പോൾ ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക് ഏതായിരുന്നു? 1770 വന്ന ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ്. ഇന്ത്യയിലെ ബാങ്കിങ് മേഖലയുടെ വളർച്ചയിലെ ആദ്യഘട്ടമായി വിശേഷിക്കപ്പെടുന്ന കാലയളവ് ഏതാണ്? 1770 മുതൽ 1969 വരെ എന്ന് പറയുമ്പോൾ ഒന്നാം ബാങ്ക് ദേശസാൽക്കരണം വരെ. അപ്പോൾ ഇന്ത്യയിലെ ബാങ്കിങ് മേഖലയുടെ വളർച്ചയിലെ ആദ്യഘട്ടം ഏതാണ്? 1770 മുതൽ 1969 വരെയാണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ്റെ ആ ഒരു തുടക്കം മുതൽ നമ്മുടെ ഒന്നാമത്തെ ബാങ്ക് ദേശസാൽക്കരണം വരെ. ബാങ്കുകളുടെ പ്രവർത്തനം വേഗത്തിലായ ഇന്ത്യൻ ബാങ്കിങ് മേഖലയുടെ വളർച്ചയിലെ 2ാം ഘട്ടം എന്നു മുതലാണ്? അത് നമ്മുടെ ഒന്നാം ബാങ്ക് ദേശസാൽക്കരണം എന്നറിയപ്പെടുന്ന 1969 മുതൽ 1990 വരെയാണ്. അപ്പോൾ ബാങ്കുകളുടെ പ്രവർത്തനം വേഗത്തിലായ ഇന്ത്യൻ ബാങ്കിങ് മേഖലയുടെ വളർച്ചയിലെ 2ാം ഘട്ടമെന്ന് പറയുന്നത് എപ്പോഴാണ്? 1969 മുതൽ 1990 വരെയാണ്. ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ 1993 ഏത് ബാങ്കിലാണ് ലയിച്ചത്? പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ്.
അപ്പോൾ നമ്മുടെ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ 1993 ഏത് ബാങ്കിലേക്കാണ് ലയിച്ചത്? പഞ്ചാബ് നാഷണൽ ബാങ്കിലോട്ടാണ് ലയിച്ചത്. ഇന്ത്യയിലെ ബാങ്കിങ് മേഖലയുടെ വളർച്ചയിലെ 3-ാം ഘട്ടം ആരംഭിച്ചതായിട്ട് കരുതപ്പെടുന്ന എപ്പോഴാണ്? അത് 1991. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ബാങ്കിങ് മേഖലയുടെ വളർച്ചയുടെ 3-ാം ഘട്ടം ആരംഭിച്ചതായി കരുതപ്പെടുന്നത് എന്നാണ്? 1991. ബാങ്കിങ് മേഖലയിലെ എത്രാമത്തെ ഘട്ടത്തിലെ വളർച്ചയുടെ ഫലങ്ങളായിട്ടാണ് ATM, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, കോർ ബാങ്കിങ് ഇതൊക്കെ എപ്പോഴാണ്? അത് 3-ാം ഘട്ടമാണ്. അപ്പോൾ എപ്പോഴാണ് ബാങ്കിങ് മേഖലയിലെ എത്രാമത്തെ ഘട്ടത്തിലാണ് നമ്മുടെ ഈ ഒരു ATM കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, കോർ ബാങ്കിങ് എന്നിവ വന്നത്? അത് 3-ാം ഘട്ടത്തിലാണ്. ഇന്ത്യൻ ബാങ്കിങ് മേഖലയുടെ വികസനത്തിൻ്റെ 3-ാം ഘട്ടത്തിൽ പ്രവർത്തന ലൈസൻസ് ലഭിച്ച സ്വകാര്യ ബാങ്കുകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? അവ പുത്തൻ തലമുറ ബാങ്കുകളെന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഇന്ത്യൻ ബാങ്കിങ് മേഖലയുടെ വികസനത്തിൻ്റെ 3-ാം ഘട്ടത്തിൽ പ്രവർത്തന ലൈസൻസ് ലഭിച്ച സ്വകാര്യ ബാങ്കുകൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? അത് പുത്തൻ തലമുറ ബാങ്കുകളെന്നാണ് അറിയപ്പെടുന്നത്. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ മുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് ഏത് വൃക്ഷത്തിൻ്റെ ചിഹ്നമാണ്? അത് പനയുടെ ചിഹ്നമാണ്. അപ്പോൾ നമ്മുടെ ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആ ഒരു മുദ്രയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ മുദ്രയിൽ ഏത് ചിഹ്നം കാണാം? നമുക്ക് പനയുടെ, എണ്ണപ്പനയുടെ ആ ഒരു ചിത്രം കാണാൻ പറ്റും. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ഏതാണ്? എല്ലാവർക്കും അറിയാം, അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ഏതാണ്? അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ ഭാരതീയ റിസർവ് ബാങ്ക് സ്ഥാപിതമായതെന്നാണ്? 1935. എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ ഭാരതീയ റിസർവ് ബാങ്ക് സ്ഥാപിതമായതെന്നാണ്? 1935. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? അത് മുംബൈയിലാണ്. അപ്പോൾ ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? അത് മുംബൈയിലാണ്. സർക്കാരിൻ്റെ ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക് എന്നീ പേരുകളുള്ള സ്ഥാപനം ഏതാണ്? നമ്മുടെ ഭാരതീയ റിസർവ് ബാങ്കാണ്. അപ്പോൾ സർക്കാരിൻ്റെ ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക് എന്നീ പേരുകളുള്ള സ്ഥാപനം ഏതാണ്? അത് നമ്മുടെ ഭാരതീയ റിസർവ് ബാങ്കാണ്. നോട്ട് അച്ചടിച്ചിറക്കൽ, വായ്പ നിയന്ത്രിക്കൽ എന്നിവ ഏത് സ്ഥാപനത്തിൻ്റെ ധർമ്മമാണ്? അത് നമ്മുടെ ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ധർമ്മമാണ്. അപ്പോൾ നോട്ട് അച്ചടിച്ചിറക്കൽ, വായ്പ നിയന്ത്രിക്കൽ എന്നിവ ഏത് സ്ഥാപനത്തിൻ്റെ ധർമ്മങ്ങളാണ്? ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങളാണ്. ഭാരതീയ റിസർവ് ബാങ്ക് അച്ചടി നിർവഹിക്കാത്ത ഒരേ ഒരു കറൻസി നോട്ട് ഏതാണ്? അത് ₹1 കറൻസി നോട്ടാണ്. അപ്പോൾ ഭാരതീയ റിസർവ് ബാങ്ക് അച്ചടിക്കാത്ത എന്ന് പറയുമ്പോൾ ഭാരതീയ റിസർവ് ബാങ്ക് ആ ഒരു അച്ചടി നിർവഹിക്കാത്ത കറൻസി നോട്ട് ഏതാണ്? അത് ₹1 കറൻസി നോട്ടാണ്. അപ്പോൾ ഈ ഒരു ₹1 നോട്ടും അനുബന്ധ നാണയങ്ങളും അച്ചടിച്ചിറക്കാൻ അധികാരപ്പെട്ട ആരാണ്? അത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ് അത് ഇറക്കുന്നത്. അപ്പോൾ ഈ ₹1 നോട്ടും അതേപോലെയുള്ള നാണയങ്ങളും ഇറക്കാനുള്ള അധികാരമുള്ള ആർക്കാണ്? അത് കേന്ദ്ര ധനകാര്യ വകുപ്പിനാണ്. പൊതുധനകാര്യ സംബന്ധമായ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന എന്തിലൂടെയാണ്? അത് ബജറ്റിലൂടെയാണ്. അപ്പോൾ പൊതു ധനകാര്യ പ്രസ്താവനകൾ, ആ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന എന്തിലൂടെയാണ്? അത് ബഡ്ജറ്റിലൂടെയാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവും ചെലവും വിശദമാക്കുന്ന ധനകാര്യ രേഖയാണെന്ത്? അതാണ് ബജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവും ചെലവും വിശദമാക്കുന്ന ധനകാര്യ രേഖയാണെന്ത് പറയുന്നത്? നമ്മൾ ബജറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കി വരുന്ന കാലയളവ് എന്നാണ്ടേ അത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്ന കാലയളവ് ഏതാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അടുത്ത് ബഡ്ജറ്റുകൾ എത്ര വിധമുണ്ട്? നമ്മുടെ ബഡ്ജറ്റ് എത്ര വിധമുണ്ട്? 3 തരം ബഡ്ജറ്റുകളാണ് നിലവിലുള്ളത്. അപ്പോൾ നമ്മൾ ബഡ്ജറ്റുകൾ, എത്ര തരം ബഡ്ജറ്റുകളുണ്ട്? 3 തരത്തിലുള്ള ബഡ്ജറ്റുകളാണ് ഉള്ളത്. വരുമാനം, ചെലവ് എന്നിവ തുല്യമായി വരുന്ന ബഡ്ജറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? അത് നമ്മുടെ സന്തുലിത ബഡ്ജറ്റ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ വരുമാനവും നമ്മുടെ ചെലവും ആ ഒരു ഈക്വലായിട്ട് വരുന്ന ബഡ്ജറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? അത് സന്തുലിത ബഡ്ജറ്റ് എന്ന് അറിയപ്പെടുന്നു. അടുത്ത് വരുമാനം ചെലവിനേക്കാൾ കൂടി നിന്നാൽ ആ ബഡ്ജറ്റ് എങ്ങനെ അറിയപ്പെടുന്നു? അത് മിച്ച ബഡ്ജറ്റ്. നമുക്ക് ജസ്റ്റ് അത് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. അപ്പോൾ വരുമാനം ചെലവിനേക്കാൾ കൂടുതലുള്ള ബഡ്ജറ്റ് എങ്ങനെ അറിയപ്പെടുന്നു? അത് മിച്ച ബഡ്ജറ്റ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ കമ്മി ബഡ്ജറ്റ് പറയുമ്പോൾ എന്താണ്? ചെലവ് വരവിനേക്കാൾ കൂടുതലായാൽ അതിന് നമ്മൾ എന്തെന്ന് പറയും? അത് കമ്മി ബഡ്ജറ്റ് എന്ന് പറയും. അപ്പോൾ എന്താണ്? ചെലവ് വരവിനേക്കാൾ കൂടുതലായാൽ അതെന്ത് തരം ബഡ്ജറ്റാണ്? അത് കമ്മി ബഡ്ജറ്റാണ്. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച സർക്കാരിൻ്റെ നയം ഏതാണ്? അതാണ് നമ്മൾ ധനനയം അല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവരുമാനം,
പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച് സർക്കാരിൻ്റെ നയം ഏതാണ്? അതാണ് ധനനയം. രാജ്യത്ത് ധനനയം നടപ്പാക്കുന്നത് ഏത് മാർഗത്തിലൂടെയാണ്? എല്ലാവരും നമ്മൾ നേരത്തെ പറഞ്ഞു, ബഡ്ജറ്റിലൂടെയാണ്. അപ്പോൾ രാജ്യത്ത് ധനനയം നടപ്പാക്കുന്നത് ഏത് മാർഗത്തിലൂടെയാണ്? അത് ബഡ്ജറ്റിലൂടെയാണ്. രാജ്യത്തെ ധനനയത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സാമ്പത്തിക സ്ഥിരത കൊണ്ടുവരിക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യ ചെലവ് നിയന്ത്രണം. അപ്പോൾ രാജ്യത്തിൻ്റെ ധനനയത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സാമ്പത്തിക സ്ഥിരത കൊണ്ടുവരിക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യ ചെലവ് നിയന്ത്രണം. പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാങ്കുകളെ ഏതൊക്കെ രീതിയിൽ നമുക്ക് തരംതിരിക്കാൻ പറ്റും? വാണിജ്യ ബാങ്കുകളെന്ന്, സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ. അപ്പോൾ നമ്മൾ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാങ്കുകളെ നമ്മൾ ഏതൊക്കെ രീതിയിൽ തരംതിരിക്കാം? വാണിജ്യ ബാങ്കുകളെന്ന് തരംതിരിക്കാം, സഹകരണ ബാങ്കുകളെന്ന് തരംതിരിക്കാം, വികസന ബാങ്കുകളെന്ന് തരംതിരിക്കാം, പിന്നെന്താണ്? സവിശേഷ ബാങ്കുകളെന്ന് തരംതിരിക്കാം. റിസർവ് ബാങ്കിൻ്റെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ആരായിരുന്നു? അത് CD ദേശ്മുഖാണ്. ഇപ്പോൾ നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ആരാണ്ട്? അത് CD ദേശ്മുഖാണ്. ജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുകയും വാണിജ്യം, വ്യവസായം, കൃഷി തുടങ്ങിയവയ്ക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി വായ്പകൾ നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണിത്. അതാണ് വാണിജ്യ ബാങ്കുകളെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുകയും വാണിജ്യം, വ്യവസായം, കൃഷി തുടങ്ങിയവയ്ക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് വായ്പകൾ നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണിത് നമ്മൾ വാണിജ്യ ബാങ്കുകളെന്ന് പറയുന്നത്. പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ പൂർണ്ണമായ ഉടമസ്ഥത ആർക്കാണ്? അത് സർക്കാരിനാണ്. ഇപ്പോൾ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ പൂർണ്ണമായ ഉടമസ്ഥത ആർക്കാണ്? അത് സർക്കാരിനാണ്. വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം ഏതാണ്? അത് ഭാരതീയ റിസർവ് ബാങ്കാണ്. ഇപ്പോൾ വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം ഏതാണ്? അത് നമ്മുടെ ഭാരതീയ റിസർവ് ബാങ്കാണ്. പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളിൽ ഉൾപ്പെടുന്ന എന്തെല്ലാമൊക്കെയാണ്? അതിൽ ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക് വരും, ദേശസാൽകൃത ബാങ്കുകൾ വരും, റീജിയണൽ റൂറൽ ബാങ്കുകൾ വരും. അപ്പോൾ നമ്മുടെ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളിൽ ഉൾപ്പെടുന്ന എന്തെല്ലാമാണ്? ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക്, ദേശസാൽകൃത ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ. സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം ആർക്കായിരിക്കും? നമ്മുടെ റിസർവ് ബാങ്കിനാണ്. ഇപ്പോൾ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം അതാർക്കാണ്? അത് നമ്മുടെ റിസർവ് ബാങ്കിനാണ്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആസ്ഥാനം വിദേശത്ത് പ്രവർത്തിക്കുന്നതുമായ ബാങ്കുകളാണിത്. അതാണ് നമ്മൾ സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകളെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, എന്നാൽ എന്താണ് അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? വിദേശത്താണ്. എങ്കിൽ ആ ബാങ്കുകളാണ് എന്ത് ബാങ്കുകളെന്ന് പറയുന്നത്? സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകളെന്ന് പറയുന്നത്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ബാങ്കിംഗ് സേവനങ്ങൾ നൽകാനായി സ്ഥാപിച്ച ബാങ്കുകളാണ് എന്ത്? റീജിയണൽ റൂറൽ ബാങ്കുകളെന്ന് പറയുന്നത്. RRB എന്ന് പറയും. അപ്പോൾ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ബാങ്കിംഗ് സേവനങ്ങൾ നൽകാനായി സ്ഥാപിച്ച ബാങ്കുകളാണെന്ത്? റീജിയണൽ റൂറൽ ബാങ്കുകളെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിച്ച വർഷം എന്നാണ്? അത് 1975 അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിച്ചതെന്നാണ് 1975. അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ എന്താണ്? ധനതത്വശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്.